ഔദ്യോഗികമായിട്ടുള്ള തുടക്കം ഇവിടെ കുറിക്കുകയാണ്. നമ്മുടെ പ്രധാന ഗസ്റ്റ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. എൻ്റെ കർത്തവ്യം എന്നുള്ളത് ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങളുടെ സ്വാഗതം ചെയ്യാന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇന്ന് ഈ പ്രോഗ്രാമിൽ നമ്മോട് സംവദിക്കുന്ന പ്രിയപ്പെട്ട വേണുഗോപാലൻ മാഷെ സാറിന് ചെറിയ രൂപത്തിൽ പരിചയപ്പെടുത്തുകയാണ്. പ്രധാനമായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്, എൻ്റെ അധ്യാപകനും കൂടിയാണ്. ചെറിയൊരു പഠിക്കുന്ന ചെറുപ്പകാലത്ത് ഞാൻ ദേശം UP തലത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ മാഷായിട്ട് 3 വർഷക്കാലം എന്നെ പഠിപ്പിച്ചിരുന്നു. നിലവിൽ മാഷ് മലയാള അധ്യാപകനാണ്. സർക്കാർ സ്കൂളിലാണ് പഠിപ്പിക്കുന്നുള്ളത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും കൂടിയാണ്. അതിനുപരി വലിയൊരു പരിസ്ഥിതി സ്നേഹിയും അതുപോലെ തന്നെ കവിയും എഴുത്തുകാരനും എല്ലാ നിലക്കും സാമൂഹികമായിട്ടുള്ള മേഖലകളിൽ അതിലുപരി വലിയ രൂപത്തിലുള്ള പൊതുപ്രവർത്തനം കൂടിയാണ്. അതുപോലെ തന്നെ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റും കൂടിയാണ് പ്രിയപ്പെട്ട വേണുഗോപാലൻ മാഷ്. മാഷ് ഇന്ന് നമ്മോട് സംവദിക്കുന്ന ടോപ്പിക് എന്നുള്ളത് വായനയുടെ ലോകം എന്നുള്ളതാണ്. പ്രധാനമായും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സാറ് നമ്മോട് അതിവിപുലമായിട്ടുള്ള രീതിയിൽ സംവദിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ടാവണമെന്നും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിക്കുന്നതിന് വേണ്ടി എത്തിപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും LTSന്റെ ലിവ് ടു സ്മൈലിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട വേണുഗോപാലൻ മാഷിനെ ഹൃദ്യമായ രൂപത്തിൽ സ്വാഗതം ക്ഷണിക്കുന്നു. താങ്ക് യു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ശിഷ്യൻ ഫറൂഖ്, മറ്റ് ബഹുമാന്യരെ, ഇങ്ങനെയൊരു വേദിയിൽ നിങ്ങളെയൊക്കെ കണ്ടുമുട്ടാൻ സാധിച്ചുള്ള അങ്ങേയറ്റം സന്തോഷം ആദ്യമായി അറിയിക്കുകയാണ്. നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ആളുകൾ ഇങ്ങനെയൊരു മാധ്യമം വഴി ഒന്നിച്ചു ചേരുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എൻ്റെ പ്രിയ ശിഷ്യൻ ഫാറൂഖ് സൂചിപ്പിച്ചപ്പോൾ തന്നെ കുറേയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ച എൻ്റെ പ്രിയ ശിഷ്യൻ ഇങ്ങനെയൊരു മാതൃകാപരമായിട്ട് ഉള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സമയത്ത് ഈ ഒരു വായന എന്ന് പറയുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ എന്ത് തന്നെയായാലും അത് നഷ്ടപ്പെടുത്തിക്കൂടാന്നുള്ള ഒരു ചിന്തയാണ് എന്നെ സംബന്ധിച്ച് ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ പുതിയ കാലത്ത് വായനയിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതുപോലുള്ള പലതരത്തിലുള്ള ചർച്ചകളും ചിന്തകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ പങ്കുചേരാനുള്ള അവസരം അത് ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇപ്പോൾ ഒത്ത് ചേർന്നിരിക്കുന്നത്. നമ്മൾ ഈ വായന എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് സംസാരിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് അത് സംബന്ധിച്ച് പരസ്പരം പറയാനുണ്ടാകും. അവരവരുടെ അനുഭവങ്ങൾ ഏറെ അയവിറക്കാനുണ്ടാകും. നമ്മളൊക്കെ പല ആളുകളും വളർന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ പുതിയ ഒരു ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടാവുക പലപ്പോഴും വായന വഴി തന്നെയാകും എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറ്റും. ഇന്ന്
ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെ വേണമെങ്കിൽ തുടങ്ങാം. ഞാനൊരു സിനിമ കാണുകയുണ്ടായി. ആ സിനിമ ഇന്നിപ്പോ കേരളത്തില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. ആ ഒരു സിനിമ ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തില്, പ്രത്യേകിച്ചും ഇതില് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ഞാനിന്ന് രാവിലെ കാണുകയുണ്ടായി തിയേറ്ററിൽ പോയിട്ട്. ഇപ്പോ ഒരു സാഹിത്യ സൃഷ്ടിയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു പുനരാവിഷ്കാരമാണ് ആ ഒരു സിനിമയിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇപ്പോ 2,50,000 കോപ്പികൾ വിറ്റ് തീർന്നിട്ടുള്ള നജീബിന്റെ അറേബ്യൻ മണലാരണ്യത്തിലെ ആ കഥകൾ നമുക്ക് ഈ സിനിമയിലൂടെ കണ്ടറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ കാലത്ത് പുസ്തകങ്ങൾ അല്ലെങ്കിൽ വായനയിൽ നിന്ന് ആളുകൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഒരു ഗ്രന്ഥശാല പ്രവർത്തകരാണ്, വായനശാല പ്രവർത്തകർ കൂടിയാണ്. അധ്യാപകനാണെങ്കിലും വായനശാലകളുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് കേരളത്തിലെ ഗ്രന്ഥശാലകളിലേക്ക് ചില പുസ്തകങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ കടന്നു വരുന്ന ഒരു അനുഭവം അടുത്ത കാലത്ത്, സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ അന്വേഷിച്ചിട്ടാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് രാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു പുസ്തകം അന്വേഷിച്ച് ആളുകളൊക്കെ ഇങ്ങനെ, ചെറുപ്പക്കാരൊക്കെ വായനശാലകളിലേക്ക്, ഗ്രന്ഥശാലകളിലേക്ക്, പുസ്തകശാലകളിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന ഒരു യുവ എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് രാം കെയർ ഓഫ് ആനന്ദി. എനിക്ക് ഏതായാലും ആ പുസ്തകം വായിക്കാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ പുസ്തക ശാലകളിലൊക്കെ ആ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് വലിയ പിടിവലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു നിമ്ന വിജയൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, ഞാൻ മാത്രം, അതിന്റെ കൃത്യമായിട്ട് അതിന്റെ പേര് ഓർമ്മയില്ല. നിങ്ങൾക്ക് ചിലപ്പോ ഈ എന്റെ കേൾവിക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ചിലപ്പോ ഓർമ്മയുണ്ടാവും. പെട്ടെന്ന് തിരക്കിന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ നിമ്ന വിജയൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം. ഈ 2 പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ പുസ്തകശാലകളിലേക്ക്, വായനശാലകളിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ വായനയുടെ ലോകത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു. ടോൾസ്റ്റോയ് ഈ പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കറിയാം. എനിക്ക് ജീവിതത്തിൽ 3 കാര്യങ്ങളെ ആവശ്യമുള്ളൂ: പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ മാത്രം. പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ മാത്രം എന്ന വാക്കുകളാണ് ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ളത്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ കരുപ്പിടിപ്പിക്കുന്നത്, നല്ല നിലയിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നാണ് പുസ്തകങ്ങൾ. വിജ്ഞാനത്തിന്റെ കുന്തോപ്പുകളാണ് പുസ്തകങ്ങൾ. ജീവിത മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ള അറിവുകൾ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ് പുസ്തകങ്ങൾ മാത്രം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. അവയെ ആശ്രയിച്ച് എങ്കിൽ മാത്രമേ വിദ്യയിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിജയത്തിൽ നമുക്ക് ഒന്നാമതാകാൻ പുതിയ കാലത്ത് കഴിയുകയുള്ളൂ. പുസ്തകം ലോകത്തില് വളരെ വിലപ്പെട്ട ഒന്ന് തന്നെയാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചത്തിന്റെ, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ കരുത്ത് ഏത് ഇരുട്ടിലും അത് പ്രകാശിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ പുസ്തകത്തെ ഒരു ചങ്ങാതിയാക്കി മാറ്റുക, വായനയെ ഒരു ശീലമാക്കി മാറ്റുക എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ധാരാളം വായന അനുഭവങ്ങൾ ഉള്ള ആളുകൾ എന്നാൽ പോലും നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത്, പുസ്തകങ്ങളുടെ ലോകത്തേക്ക്, വായനയുടെ ലോകത്തേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത്
ഇല്ലേ? ശബ്ദം കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ലേ ഫാറൂഖെ? ഹലോ ഹലോ. കേൾക്കാം സാറേ. കേൾക്കുന്നുണ്ട് സാറ് കേൾക്കുന്നുണ്ട്. പുസ്തകങ്ങളുടെ കേൾക്കാം. ലോകത്തേക്ക് ശബ്ദം സാറ് പറഞ്ഞോ, കേൾക്കാൻ കേൾക്കാം. പറ്റുന്നില്ലേ? സാറ് പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. പുസ്തകങ്ങളുടെ ലോകത്തേക്ക്, വായനയുടെ ലോകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ാണ് പലപ്പോഴും നമ്മുടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഓക്കെ. ഉണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോ, ശബ്ദം ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉണ്ടല്ലോ. ഓക്കെയാണ്. നമ്മൾ കേരളത്തെ കേരളമാക്കി ഉണ്ടല്ലോ ഉണ്ടല്ലോ സർ. ഈ നമ്മുടെ കേരളത്തെ കേരളമാക്കിയതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 വിഷയം എന്ന് പറയുന്നത് കേരളത്തെ ഇന്നത്തെ ലോകത്തിന് മുന്നിൽ തന്നെ ഒരു ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്നതിന് പിന്നില് അക്ഷരത്തിന്റെ, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ, വായനയ്ക്ക് ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വായനയുടെ വലിയ പ്രത്യേകതകൾ കണ്ടറിഞ്ഞ ആളുകളാണ് നമ്മുടെ പിന്നെ കേരളത്തിലെ പഴയകാലത്തെ നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ. ഇവരൊക്കെ വായനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഒക്കെ കാലഘട്ടത്തില്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒക്കെ കാലഘട്ടത്തില് ദേശീയപരമായിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ നേതാക്കന്മാര് അന്ന് അക്ഷരാഭ്യാസത്തിന്, വായനയ്ക്ക്, പുസ്തകത്തിന്, ഗ്രന്ഥശാലകൾക്ക്, പത്രവായനയ്ക്കൊക്കെ വലിയ പ്രാധാന്യം നൽകുകയുണ്ടായി. കേരളത്തില് 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അവരുടെ സർക്കുലർ വഴി KPCC കോൺഗ്രസ് കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടത് ഗ്രന്ഥശാലകൾ, ഓരോ പ്രദേശത്തും ഗ്രന്ഥശാലകൾ തുടങ്ങണമെന്നാണ്. അതേപോലെ തന്നെ അയ്യങ്കാളി, നമ്മുടെ മഹാത്മാ അയ്യങ്കാളി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള അയ്യങ്കാളിയും ഈ പഴയ കാലത്ത് ഹിന്ദു മതത്തിൽപ്പെട്ട കീഴ്ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നിഷേധിക്കപ്പെട്ട കാലത്ത് അദ്ദേഹമാണ് തിരുവനന്തപുരത്തെ ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സർക്കാർ വിദ്യാലയത്തിലേക്ക് പഞ്ചമി എന്ന് പറയുന്ന ഒരു പുലയ പെൺകുട്ടിയുടെ കൈയും പിടിച്ചിട്ട് അവിടത്തേക്ക് കടന്നു ചെന്ന് ഈ കുട്ടിക്ക്, ഈ കീഴ്ജാതിയിൽപ്പെട്ട ഈ കുട്ടിക്ക് സ്കൂളിൽ പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ആ ഹെഡ് മാസ്റ്ററുടെ മുന്നിലേക്ക് പോകുന്നു. അപ്പോ ഹെഡ് മാസ്റ്റർ സവർണ ജാതിയിൽപ്പെട്ട ഹെഡ് മാസ്റ്റർ ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം ഈ വിദ്യാലയത്തിൽ വെച്ച് നടത്താൻ വേണ്ടി സാധിക്കില്ല എന്ന് ആ കുട്ടിയുമായി ചെന്ന അയ്യങ്കാളിയോട് പറയുന്നു. അപ്പൊ അയ്യങ്കാളി പറയുകയാണ്, ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഈ രാജ്യത്ത് കീഴ്ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ, എല്ലാ ജാതിയിലുംപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന അവകാശം നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ നിയമം മൂലം തന്നെ ഇവിടുത്തെ രാജാവ് എത്രയോ വർഷം മുമ്പ് തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും വിദ്യാഭ്യാസം നൽകാനുള്ള, അത് നേടിയെടുക്കാനുള്ള അവകാശം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നിൽക്കക്കള്ളിയില്ലാതെ അന്ന് ആ പ്രഥമാധ്യാപകന് സ്കൂളിൽ ഈ പഞ്ചമി എന്ന് പറയുന്ന കീഴ്ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ പ്രവേശിപ്പിക്കേണ്ടി വന്ന അനുഭവം ഉണ്ടായി. പക്ഷെ അന്ന് വൈകിട്ടാവുമ്പോഴേക്കും ഈ ഊരൂറ്റമ്പലം സ്കൂളില് ഈ പെൺകുട്ടി ഇരുന്ന ആ ഒരു ക്ലാസ് മുറി തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത്. അവസാനം ആ ക്ലാസ്സിൽ ഈ പഞ്ചമി ഇരുന്ന ആ ഡെസ്കിന്റെ അവശിഷ്ടം ഇങ്ങനെ കത്തി അമർന്ന നിലയിൽ അവിടെ ഒരു അവശിഷ്ടം മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തില്, അല്ലെങ്കിൽ വിദ്യ നേടാനുള്ള അവകാശത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ പഞ്ചമി ഇരുന്ന ആ ബെഞ്ച് ഇപ്പോഴും ഒരു ചരിത്ര സ്മാരകം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം, വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള
സാറിന്റെ മൈക്ക് മൂട്ടാണല്ലോ. വിദ്യാഭ്യാസത്തിന് വേണ്ടി, വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അത് നിരന്തരമായി തുടർന്ന ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 1945-ൽ 47 ഗ്രന്ഥശാലകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്നത്തെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് PN പണിക്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 15-ാം വയസ്സിൽ കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ, കേരളത്തിന്റെ ദേശീയ നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും കടന്ന് അതിന് ശേഷമുള്ള വലിയൊരു മൂവ്മെന്റ് ആയിട്ട്, വലിയൊരു ചലനമായിട്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് 15 വയസ്സുള്ള PN പണിക്കർ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ ആ തുടക്കം കുറിച്ചെങ്കിലും തന്റെ നാട്ടിൽ ഒരു വായനശാല തുടങ്ങിയെങ്കിലും ആ വായനശാലയിൽ ഒരു പത്രം വാങ്ങി ഇടാനുള്ള ശേഷി പോലും അവിടെ സാമ്പത്തികമായിട്ട് ഉയർന്ന ആരും ആ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 30 കിലോമീറ്റർ ദൂരം നടന്നുകൊണ്ട് മലയാള മനോരമയുടെ ഓഫീസിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നുപോയിട്ട് അവിടെ മനോരമയുടെ പത്രാധിപരോട് പറയുകയാണ്, എന്റെ നാട്ടില് ഞാനൊരു വായനശാല തുടങ്ങി, ആ വായനശാലയിൽ വായിക്കാൻ പത്രമില്ല, എനിക്കൊരു പത്രം ആ വായനശാലയിലേക്ക് സൗജന്യമായിട്ട് അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വായനശാലയിൽ ആ പത്രം കിട്ടുന്നത്. അങ്ങനെ വലിയ ഒരു ചരിത്രം, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അങ്ങനെ ഈ വായനയ്ക്കുള്ള ഒരു പ്രാധാന്യം എത്രയോ മുമ്പേ തന്നെ നമ്മുടെ പഴയ തലമുറ കണ്ടറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വായനക്ക് ഉള്ള പ്രാധാന്യം കണ്ടറിഞ്ഞു. വായന എന്ന് പറയുന്നത് നമ്മെ പുതിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്നു. പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വായന പ്രേരിപ്പിക്കുന്നു. ഞാൻ ഇന്നത്തെ ഞാൻ ആടുജീവിതം സിനിമ കണ്ടിട്ട് ഇന്നിപ്പോ വൈകിട്ട് വീട്ടിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്തിയതേ ഉള്ളൂ. ഒരു 6:30 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തി. ഞാൻ ഈ ആടുജീവിതം സിനിമ കണ്ട ഒരു കാര്യം ഒരു വായനശാലയുടെ ഒരു ചടങ്ങിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോ, ഈ പുസ്തകത്തിലുള്ള ആടുജീവിതമാണോ നല്ലത്, അല്ല സിനിമയിൽ കണ്ടപ്പോഴുള്ള ആടുജീവിതമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് കുറെ ഈ സിനിമ നേരത്തെ കണ്ട ആളുകൾ ഇങ്ങനെ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഈ പുസ്തക വായനയിലൂടെ കിട്ടിയിട്ടുള്ള ആ ഒരു അനുഭൂതി അല്ലെങ്കിൽ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. സിനിമയെ വെല്ലുന്നതാണ് ഏതായാലും വായന എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു ഗൂഗിൾ മീറ്റിൽ നമ്മൾ ഒരു 100 പേർ ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പുസ്തകമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ 100 പേര് വായിക്കുന്നത് 100 തരത്തിലായിരിക്കും. 100 വായനയാണ് അവിടെ നടക്കുന്നത്. ഒരാൾ വായിക്കുന്നത് പോലെയല്ല മറ്റൊരാളുടെ വായന. അതുകൊണ്ട് തന്നെ വായനക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ ഈ വായനയിലൂടെ നമുക്ക് സാധാരണ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. സാധാരണ നിലയിൽ നമ്മുടെ പൊതുവിൽ പറഞ്ഞു വരുന്നു, നമുക്കിപ്പോ പുനർജന്മോ അല്ലെങ്കിൽ ഇതിന് ശേഷം മറ്റൊരു ജന്മത്തിനെ കുറിച്ചൊക്കെ തർക്കങ്ങളും മറ്റൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും പൊതുവിൽ പറഞ്ഞാൽ നമുക്ക് മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളൂ. എന്നാൽ വായനയിലൂടെ നമുക്ക് ധാരാളം മനുഷ്യരെ പരിചയപ്പെടാൻ വേണ്ടി സാധിക്കുന്നു. ധാരാളം കഥാപാത്രങ്ങളെ പരിചയപ്പെടാൻ സാധിക്കുന്നു. ഈ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ബഹുഭൂരിഭാഗം കഥാപാത്രങ്ങളും ചിലപ്പോൾ ഭാവനയിലൂടെ, സങ്കല്പത്തിലൂടെ, സ്വപ്നങ്ങളിലൂടെ നെയ്തെടുത്തത് മാത്രമല്ല, ഭൂരിഭാഗവും യഥാർത്ഥ ജീവിതത്തിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന പലതും ചേർത്തിട്ടാണ് ഒരു കഥാപാത്രത്തെ, ഒരു ജീവിതത്തെ ഒരു നോവലില് അല്ലെങ്കിൽ ഒരു കഥയില് അല്ലെങ്കിൽ ഒരു കവിതയില് ഒക്കെ ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളൂ. വായനയിലൂടെ നമ്മൾ പല ജീവിതങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മെ പര്യാപ്തരാക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പുസ്തകങ്ങളിലൂടെ നമ്മൾ ധാരാളം കഥാപാത്രങ്ങളുമായിട്ട് നേരിട്ട് പരിചയപ്പെടുകയാണ്. ലോകത്തിലെ ഏതൊക്കെയോ ഭൂഖണ്ഡങ്ങളിൽ ജീവിക്കുന്ന, ലോകത്തിലെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ ജീവിക്കുന്ന നിരവധി മനുഷ്യരുമായിട്ട് പരിചയപ്പെടുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു. വായനക്കാരൻ, യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള പുസ്തകമല്ല നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ഭാവനയിൽ നിറഞ്ഞു നിൽക്കുന്ന പലതും കൂടി ഈ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അതേപോലെ നമ്മുടെ പുതിയ കാലത്തെ കുട്ടികൾ എന്ന് പറയുന്നത്
ഈ ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ജീവിതം എന്ന് ധരിച്ചിട്ടുള്ള പല കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ ജീവിതത്തിൽ ജയം മാത്രമേ ഉള്ളൂ, പരാജയം എന്നുള്ളത് സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് പറ്റാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വായനയിലൂടെ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഒരു വായനക്കാരൻ കടന്നു പോകുമ്പോൾ ഈ വായനയിലൂടെ നമുക്ക് മനസ്സിലാകും വലിയ വലിയ തോൽവികളെ നേരിട്ട് കൊണ്ട് ആണ് പലപ്പോഴും നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. ജീവിതം എന്ന് പറയുന്നത് വായന ആ ജീവിതത്തിൽ തോൽവികളും ഉണ്ട് എന്ന് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും ലോകപ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ, നോവലിസ്റ്റ്, ചിന്തകനൊക്കെ ആയിട്ടുള്ള ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകമുണ്ട്. ആ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് കിഴവനും കടലുമാണ്, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. ആ ഒരു പുസ്തകം വായിക്കുമ്പോൾ നിരന്തരമായിട്ട് ആ കടലിലേക്ക് പോകുന്ന ആ ഒരു പിന്നെ മനുഷ്യന്, ആ ഓൾഡ് മാന് അല്ലെങ്കിൽ ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യന് നിരന്തരം പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഈ നിരന്തരം പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും അതിനിടയിൽ ഉണ്ടാകുന്ന വിജയം, വിജയത്തെക്കാളും കൂടുതൽ പരാജയപ്പെടുന്ന സന്ദർഭങ്ങളാണ് അവിടെ നമുക്ക് നിരന്തരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങനെയുള്ള വായനയിലൂടെ ഈ ഒരു വായനക്കാരൻ അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണ് ഇത് വായിക്കുന്നതെങ്കിൽ അങ്ങനെ നിരന്തരം തോൽവികളിലൂടെ, പരാജയപ്പെടലുകളിലൂടെയാണ് വിജയത്തിലേക്ക് നടന്നെടുക്കുന്നത് എന്ന് ഈ വായനക്കാരന് ബോധ്യമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ വായനക്കാരൻ സുകുമാരിയൊക്കെ പാടിയിട്ടുണ്ട്. എന്താണ്, ചിലപ്പോൾ ഈ എഴുത്തുകാരൻ എഴുതിയത് പലപ്പോഴും നമ്മുടെ വായനക്കാരിലേക്ക് വേണ്ട രീതിയിൽ ചിലപ്പോൾ വായനക്കാരിലേക്ക് എത്തണമെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഒന്നും സാധിക്കില്ല. അപ്പോ സുഗതകുമാരി പാടിയിട്ടുണ്ട്, സമാന ഹൃദയ നിനക്കായി പാടുന്നു. സമാന ഹൃദയനായിട്ടുള്ള, ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളത് മനസ്സിലാക്കുന്നത് ചിലപ്പോ ഒരാൾ മാത്രമായി മാറാം. ചിലപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഈ ഒരു എഴുത്തുകാരന്റെ എഴുത്ത് ചിലപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് പിന്നെ എത്തണമെന്നില്ല. എങ്കിൽ പോലും ഈ എഴുത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് എഴുത്തുകാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ജ്ഞാനപീഠം അവാർഡ് ജേതാവായിട്ടുള്ള MT വാസുദേവൻ നായർ ഏറ്റവും വലിയൊരു വായനക്കാരൻ തന്നെയായിരുന്നു. അദ്ദേഹം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗോവിന്ദൻ നായർ എന്ന അധ്യാപകൻ തന്റെ സ്കൂളിലേക്ക് പുതുതായിട്ട് വന്നത്. പുസ്തകത്തെ പറ്റി പറഞ്ഞുകൊണ്ടുള്ള മാഷിന്റെ ക്ലാസ് ആയിരുന്നു MT വാസുദേവൻ നായർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള എഴുത്തുകാരനെ സൃഷ്ടിച്ചത്. വിക്ടോറിയ കോളേജിൽ വെച്ചാണ് അദ്ദേഹം പുസ്തകങ്ങളെ പ്രിയതരമായിട്ട് സ്നേഹിച്ചതും വായിച്ചതും. ഹോസ്റ്റലിൽ ട്യൂട്ടറായിട്ട് വന്നിട്ടുള്ള ആ അധ്യാപകനാണ് MTയുടെ മേശപ്പുറത്ത് അടുക്കി വെച്ച പുസ്തകങ്ങൾ കണ്ട് അന്താളിച്ചത്. അദ്ദേഹം പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന MT വാസുദേവൻ നായർക്ക് പിന്നെ ഒരു ഉപദേശവും നൽകുകയുണ്ടായി. ഒരായുസ്സിൽ വായിക്കുന്നതിനേക്കാളേറെ പുസ്തകങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. എല്ലാം വായിച്ചു തീർക്കാൻ നമ്മൾക്ക് പറ്റില്ല. അതിനാൽ നമ്മൾ ഒരു വിഭാഗം കണ്ടെത്തിയിട്ട് ആ വിഭാഗത്തിലുള്ള പുസ്തകങ്ങൾ കൂടുതൽ വായിക്കാൻ ശ്രമിക്കണം. ഒരു MT വാസുദേവൻ നായരോട് തന്നെ പിന്നെ പലപ്പോഴും ഒരു ചോദ്യം ചോദിക്കുന്നു, എന്താണ് ഒരു പുസ്തകത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് MT പറഞ്ഞിട്ടുള്ള പിന്നെ ഉത്തരവുണ്ട്. എന്താണ്, വില്യം മാർട്ടിൻ എന്ന എഴുത്തുകാരൻ എഴുതിയ ഹാർവാർഡ് യാർഡ് എന്ന പുസ്തകമുണ്ട്, നോവലാണ്. ഈ പുസ്തകത്തിലെ കഥ ഹാർവാർഡ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒന്നാണ്. ഇതാണ് പിന്നെ ഈ ഒരു പുസ്തകത്തിന് പേര് വരാൻ പിന്നെ കാരണം ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഷേക്സ്പിയറിന്റെ പിന്നെ പുസ്തകങ്ങൾ, ഇതൊക്കെ ധാരാളം വായിച്ചിട്ടുള്ള, അങ്ങനെ വായനയിലൂടെയാണ് ഈ ഒരു MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വലിയൊരു എഴുത്തുകാരനായിട്ട് പിന്നെ മാറിയിട്ടുള്ളത്. ഒരു സാധാരണ പുസ്തകത്തിൽ നിന്നും എനിക്ക് വായിച്ചറിയാൻ കഴിഞ്ഞ ഒരു ധാരാളം അറിവുകൾ MTയുടെ പുസ്തകങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്
പിന്നെ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ വായനയിലൂടെ നമ്മൾ പുതിയ ഒരു ലോകത്തേക്ക് ഇങ്ങനെ പറന്ന് അടുക്കുകയാണ്. ഇപ്പൊ പല കൃതികൾ നമ്മുടെ പല പുതിയ കാലത്തെ പല കൃതികളൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള സൃഷ്ടികൾ, പുതിയ കാലത്തെ കവിതകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നമ്മളെ ആകർഷിക്കുന്ന, ചിലപ്പോൾ പഴയ കവിതകൾ ഇഷ്ടമുള്ള ആളുകളായിരിക്കും കൂടുതൽ ആളുകളും ഉണ്ടാകുക. എന്നാൽ പോലും പുതിയ കാലത്തെ കവിതകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ഉണ്ടാകും. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ പരിചിതരായിട്ടുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. ചിലപ്പോ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ ചിലപ്പോ ഒരു അസുഖമായിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനൊന്നും, അവരെ കാണാനൊന്നും പലപ്പോഴും സമയം കിട്ടാറില്ല. അതൊരു സത്യമാണ്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മളൊരു നല്ലൊരു മനുഷ്യനാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കാണുകയും അവരുടെ പിന്നെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു പിന്തുണ നൽകാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിലയിൽ ആശ്വാസം നേരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പുതിയ കാലത്തെ ഒരു കവി അത് സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ഒരു കവിത ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. എന്താണ്? 1000 പൂക്കളുള്ള റീത്തുമായി ആർത്തലച്ചു നീയെത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ. ഞാൻ മരിച്ചു കിടക്കുന്ന സമയത്ത് 1000 പൂക്കളുള്ള റീത്തുമായി ആർത്തലച്ചു നീയെത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ. അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്കൊരു വസന്തം ലഭിക്കാൻ. അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്കൊരു വസന്തം ലഭിക്കാൻ. അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോ ആളുകളെ, അല്ലെങ്കിൽ അസുഖം പിടിപെട്ട് കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് വരാൻ പ്രയാസം ആയിരിക്കും. പല ആളുകൾക്കും സമയം കിട്ടാറില്ല. പലപ്പോഴും മരിച്ചു കിടക്കുമ്പോഴാണ് വലിയ റീത്തുകളും അനുശോചനത്തിന്റെ കടലാസുകളുമായിട്ട് അവര് ആ പത്രം ഓഫീസുകളിലേക്കും, അല്ലെങ്കിൽ പിന്നെ മരണക്കിടക്കയിലൊക്കെ പിന്നെ മരിച്ചു കഴിഞ്ഞ ശേഷം കാണാനും ഒക്കെ നമ്മൾ പിന്നെ പലപ്പോഴും വരാറുള്ളത്. അപ്പോ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കവിത നമുക്ക് വലിയ നിലയിൽ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ അടുത്ത കാലത്തെ ശ്രദ്ധിക്കപ്പെട്ട, ഞാൻ ഒന്ന് രണ്ട് ഞാനിങ്ങനെ വളരെയേറെ ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ട് എല്ലാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രയാസം എന്നെ സംബന്ധിച്ച് ഉണ്ട്. അപ്പോ ചെരുപ്പ് എന്ന് പറയുന്ന ഒരു കവിത, ചില നേരങ്ങളിൽ ചിലയിടങ്ങളിൽ ഞാൻ മാത്രം പുറത്താകുന്നു. ചില നേരങ്ങളിൽ ചിലയിടങ്ങളിൽ ഞാൻ മാത്രം പുറത്താകുന്നു. ചെരുപ്പിനെ കുറിച്ച് എഴുതിയ കവിതയാണ്. അതേപോലെ തന്നെ മറ്റൊരു കവിതയിൽ പറയുന്നു, അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി, അമ്മ മരിച്ചപ്പോൾ അനാഥനായി. അച്ഛൻ മരിച്ചപ്പോൾ വീട്ടിന്റെ കുടുംബനാഥനായി മാറി, പക്ഷേ അമ്മ മരിച്ചപ്പോൾ എനിക്ക് താങ്ങാൻ തീരെ പറ്റാത്ത ഒരു അവസ്ഥയായി, ഞാൻ അനാഥനായി. ഇപ്പൊ മറ്റൊരു കവിതയാണ്, ഞാൻ വേറൊരു കവിതയും കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിങ്ങനെ അരിച്ചരിച്ചു നീങ്ങുമ്പോൾ നിങ്ങളുടെ വെറുപ്പും അറപ്പും ഞാൻ കാണുന്നു. ഞാനിങ്ങനെ അരിച്ചരിച്ചു നീങ്ങുമ്പോൾ നിങ്ങളുടെ വെറുപ്പും അറപ്പും ഞാൻ കാണുന്നു. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ഒരു കാലത്ത് ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ഒരു കാലത്ത് ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. പുഴു എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഈ കവിതയിലാണ് ഇങ്ങനെ പറയുന്നത്. നമ്മള് ഇസ്തിരിപ്പെട്ടിയെ കുറിച്ചുള്ള, ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പിന്നെ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. ഇസ്തിരിപ്പെട്ടി എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഇസ്തിരിപ്പെട്ടി എന്ന് പറയുന്ന കവിതയിൽ പറയുകയാണ്, വേവലാതികൾ മായ്ച്ചു കളയാൻ ഉള്ളിൽ തീയുള്ളവന് മാത്രമേ കഴിയൂ എന്ന് നീ പഠിപ്പിക്കുന്നു. വേവലാതികൾ മായ്ച്ചു കളയാൻ ഉള്ളിൽ തീയുള്ളവന് മാത്രമേ കഴിയൂ എന്ന് നീ പഠിപ്പിക്കുന്നു. ഈ രാഷ്ട്രീയ സംഘടനകളൊക്കെ നമ്മുടെ നമ്മുടെ കേരളത്തിലെ ചില ജില്ലകളിൽ വ്യാപകമായിട്ട് അരങ്ങേറിയ സമയത്ത് എഴുതിയ മറ്റൊരു കവിതയാണ്. നമ്മുടെ ശ്രദ്ധേയമായിട്ടുള്ള ചില കവിതകളും അതിന്റെ എഴുത്തുകാരെയും ഞാൻ പലപ്പോഴും ഓർക്കുന്നില്ല. എന്നാൽ ഇതാ ഒരു കവിത ഇങ്ങനെയാണ്, ഇനി നമുക്ക് ഉള്ളികളായി ജനിക്കാം. ഇനി നമുക്ക് ഉള്ളികളായി ജനിക്കാം. വെട്ടി വെട്ടി അരിയുന്നവരുടെ കണ്ണു നനയിക്കാൻ അത് മാത്രമേ മാർഗമുള്ളൂ. വെട്ടി വെട്ടി അരിയുന്നവരുടെ കണ്ണു നനയിക്കാൻ
അത് മാത്രമേ മാർഗമുള്ളൂ. ആ ഒരു കവിതയാണ് ഉള്ളി. ഇനി നമുക്ക് ഉള്ളികളായിട്ട് ജനിക്കാം. ആരും കരയുന്നില്ല, അതുകൊണ്ട് കരയണമെങ്കിൽ നമുക്ക് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അല്ലെങ്കിൽ ആരും സങ്കടപ്പെടുന്നില്ല. മനുഷ്യർ പരസ്പരം വെട്ടി വെട്ടി ഇങ്ങനെ വീഴുന്ന സമയത്ത്, ചോരപ്പുഴകൾ ഒഴുകുമ്പോൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കും ഒരു പ്രയാസവും തോന്നുന്നില്ല. അതുകൊണ്ട് പറയാണ്, ഇനി നമുക്ക് ഉള്ളികളായി ജനിക്കാം, വെട്ടി വെട്ടി എരിയുന്നവരുടെ കണ്ണു നനയിക്കാൻ അത് മാത്രമേ മാർഗമുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ് വേറൊരു കവിതയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ഇരുട്ടുമുറിയിൽ അടക്കപ്പെട്ട പതാകകൾ പരോളിൽ ഇറങ്ങുന്ന ദിവസം. ചെയ്യാത്ത കുറ്റത്തിന് ഇരുട്ടുമുറിയിൽ അടക്കപ്പെട്ട പതാകകൾ പരോളിൽ ഇറങ്ങുന്ന ദിവസം. ആ കവിതയുടെ പേര് ആഗസ്റ്റ് 15 എന്നാണ്. ആഗസ്റ്റ് 15-ന് നമ്മുടെ ദേശീയ പതാക പലപ്പോഴും എന്താണ് ചെയ്യാത്ത കുറ്റത്തിന് ഇരുട്ടുമുറിയിൽ അടക്കപ്പെട്ട പതാകകൾ പരോളിൽ ഇറങ്ങുന്ന ദിവസം എന്നാണ് കവി ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഒരു സ്ത്രീപക്ഷ കവിതയാണ്. സോപ്പിന് പേര് ചന്ദ്രിക. ചന്ദ്രിക എന്ന് പറയുന്നത് ഒരു പെൺപേരാണ്. സോപ്പിന് പേര് ചന്ദ്രിക, ചന്ദനത്തിരിക്ക് പേര് സന്ധ്യ. ചന്ദനത്തിരിക്ക് പേര് സന്ധ്യ, പക്ഷേ അലിഞ്ഞു ചേരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺപേര് തന്നെ ശരണം. സോപ്പിന് പേര് ചന്ദ്രിക, ചന്ദനത്തിരിക്ക് പേര് സന്ധ്യ, പക്ഷേ അലിഞ്ഞു ചേരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺപേര് തന്നെ ശരണം. അങ്ങനെ ഉള്ള ചില കവിതകളൊക്കെ നമുക്ക് മലയാളത്തിലേക്ക് ശ്രദ്ധേയമായിട്ടുള്ള ചില കവിതകളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയുള്ള കവിതകൾ വായിക്കാൻ, അല്ലെങ്കിൽ കഥകൾ വായിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേയേറെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ, വായനയിലൂടെ മാത്രമേ നമുക്ക് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ പുതിയ പുതിയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ ഞാൻ പുതിയ ഒരു തമാശയായിട്ട് സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കയിലെ സിലിക്കൺ വാലിയില് വലിയ ഒരു വായന എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ കൂടി ഒരു തമാശ കഥ പറയാറുണ്ട്. അമേരിക്കയിലെ സിലിക്കൺ വാലിയില് വലിയ ഈ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയുടെ ഒക്കെ വലിയ ഒരു ബിസിനസ് ഒക്കെ നടത്തുന്ന ഒരു മനുഷ്യനുണ്ട്. അന്നത്തെ ഞാനൊരു 15 കൊല്ലം മുമ്പേ കേട്ടതാണ്. ഇന്ന് ശമ്പളം എന്ന് പറയുന്നത് ആ ശമ്പളം ഒന്നും ആയിരിക്കില്ല. അന്നത്തെ ഒരു 6.5 ലക്ഷമായിരുന്നു ശമ്പളം. പക്ഷേ ഈ സിലിക്കൺ വാലിയിൽ ഇത്രയും വലിയ അന്നത്തെ ശമ്പളം വാങ്ങുന്ന ഈ മനുഷ്യൻ ഒരു മലയാളി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് അദ്ദേഹം വായിക്കുമായിരുന്നു. പക്ഷെ വായിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബാലരമ പോലുള്ള ബാലപ്രസിദ്ധീകരണങ്ങളാണ് വായിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വൈകാരികമായിട്ടുള്ള ലോകം അങ്ങനെയായിരുന്നു. ആന്തരികമായിട്ടുള്ള വലിയ ഒരു വ്യക്തിത്വമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം നാട്ടിലേക്ക് വിമാനത്തിലൂടെ വരുന്ന സമയത്ത് ആരോ ഇദ്ദേഹത്തിന്റെ കൊടവേറ ചൂണ്ടിയിട്ട് വലിയ കൊടവേറനാണല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഇയാളുടെ കീശയിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്തിട്ട് ഈ മനുഷ്യൻ അയാളുടെ വയറിലേക്ക് കുത്തി കയറ്റുന്നു. അങ്ങനെ അയാൾ മരിക്കുന്നു. അങ്ങനെ ഇയാള് ജയിലിലാവുന്ന ഒരു കഥ തമാശയായിട്ട് പറയാറുണ്ട്. കാരണം ഇയാളുടെ വൈകാരികമായിട്ടുള്ള ലോകം അതാണ്. ഇയാൾ വായിക്കുന്ന പുസ്തകങ്ങൾ ബാലപ്രസിദ്ധീകരണങ്ങളാണ്. അതുകൊണ്ട് ബാലപ്രസിദ്ധീകരണങ്ങളുടെ ഒരു ദോഷമല്ല പറയുന്നത്. പക്ഷെ നമ്മൾ വായിക്കേണ്ടത് നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. പല ആളുകളും നമുക്ക് പലപ്പോഴും ചെറിയ പ്രായത്തിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് പലപ്പോഴും നമുക്ക് പല അവസരങ്ങളും ലഭിക്കാറില്ല. പഠിക്കാനുള്ള അവസരം കിട്ടാറില്ല, അല്ലെങ്കിൽ വേണ്ട നിലയിൽ അധ്യാപകരുടെ ഒരു പിന്തുണ കിട്ടാറില്ല. ഐൻസ്റ്റീനെ പോലുള്ള കുട്ടികളുടെ, അല്ലെങ്കിൽ ഐൻസ്റ്റീനെ പോലെ ലോകം കണ്ട എക്കാലത്തെയും പ്രഗത്ഭനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ആളുകളുടെ ഒക്കെ ജീവിത കഥ, അങ്ങനെയുള്ള ആളുകളുടെ ജീവിത കഥയുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചറിയണം. അങ്ങനെ വായിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങനെയായിരുന്നു പലരുടെയും ബാല്യകാലം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു പലരും ഒരു ഘട്ടത്തിൽ അവർ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയത്. ഐൻസ്റ്റീൻ മാനസിക വളർച്ചയില്ലാത്ത കുട്ടിയായിരുന്നു. തീരെ മാനസിക വളർച്ചയില്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഐൻസ്റ്റീൻ.
4 വയസ്സ് വരെ തീരെ സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയായിരുന്നു. 7 വയസ്സ് വരെ തീരെ അക്ഷരം അറിയാത്ത ഒരു കുട്ടിയായിരുന്നു. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടിയായിരുന്നു. ചെറുപ്പം ഐൻസ്റ്റീനെ സംബന്ധിച്ച് വളരെ സങ്കടകരമായിരുന്നു. പക്ഷേ പിന്നീട് ഐൻസ്റ്റീൻ ക്രമാനുഗതമായിട്ട് തന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നു. അക്ഷരങ്ങളിലൂടെ, പഠനത്തിലൂടെ ആ മനുഷ്യൻ വളർന്നു വന്നിട്ട് ശാസ്ത്രത്തിന്റെ നോബൽ സമ്മാനം നേടുന്ന നിലയിലേക്ക് എത്തുന്ന ഒരു കഥയാണ് ആൽബർട്ട് ഐൻസ്റ്റീന് പറയാനുള്ളത്. അതേപോലെ തന്നെ അമിതാഭ് ബച്ചന് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ബിഗ് ബി എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 സിനിമയും പൂർണ്ണ പരാജയമായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് അദ്ദേഹം ശബ്ദ പരിശോധനയ്ക്ക് പോയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത്രയും മോശപ്പെട്ട ശബ്ദം ഞങ്ങൾ വേറെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പുറന്തള്ളുകയാണ് അന്ന് AR ആകാശവാണി ചെയ്തത്. പിന്നീട് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് അമിതാഭ് ബച്ചൻ നമ്മുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അതേപോലെ തന്നെ വാൾട്ട് ഡിസ്നിയെ കുറിച്ച് അറിയാം. ഏറ്റവും ലോകം അറിയുന്ന എന്താണ് മിക്കി മൗസും ഡൊണാൾഡ് ഡക്കും എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു മനുഷ്യന് ഇതേപോലെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾക്ക് ക്രിയാത്മകതയും ഭാവനയും ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഈ ജോലി ഞങ്ങൾ തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കപ്പെട്ട മനുഷ്യനായിരുന്നു വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന മനുഷ്യൻ. പിന്നീട് ഈ മിക്കി മൗസും ഡൊണാൾഡ് ഡക്കൊക്കെ സൃഷ്ടിച്ച് ഇന്നും ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യനായിട്ട്, എക്കാലവും സ്മരിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് ആ മനുഷ്യൻ മാറുന്നു. എബ്രഹാം ലിങ്കന്റെ ചരിത്രം, അങ്ങനെ തോൽവി നിരന്തരം പിടികൂടിയിട്ടുള്ള അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. എബ്രഹാം ലിങ്കൺ ഏറ്റവും മികച്ച ലോകത്തിന്റെ പ്രസിഡന്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മനുഷ്യന് മാറിയിട്ടുള്ള എബ്രഹാം ലിങ്കൺ, അദ്ദേഹം മത്സരിച്ച 8 തെരഞ്ഞെടുപ്പുകളും തോറ്റതിനു ശേഷമാണ് അടുത്ത തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് എല്ലാവരും ചെയ്യപ്പെട്ട മനുഷ്യൻ. അങ്ങനെ ഈ പിന്നീട് അവരുടെ ജീവിതത്തിൽ വായനയിലൂടെ, അക്ഷരങ്ങളിലൂടെ അവരൊക്കെ അങ്ങനെ ജീവിതത്തിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പിടിച്ചുകൊണ്ട് വലിയ മാറുന്ന ഒരു ചരിത്രം, കഥ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വായന തന്നെയാണ്. ഈ വായനയിലൂടെ തന്നെയാണ് നമ്മുടെ പുതിയ മനുഷ്യരായിട്ട് നാം മാറേണ്ടത്. അതുകൊണ്ട് തന്നെ വായനയുടെ പ്രാധാന്യം നാം നമ്മുടെ പുതിയ തലമുറയെ കൂടുതൽ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ വായനയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരു സമൂഹത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ് വായന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മുടെ ലോക പ്രശസ്തനായിട്ടുള്ള നാടകകൃത്തും കവിയും ചിന്തകനും പ്രഭാഷകനും ഒക്കെ ആയിട്ടുള്ള ബെർത്തോൾഡ് ബ്രെഹ്ത്, ആ ബ്രെഹ്ത് വായനയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നേരിട്ട് പറയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വരി നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കവിത നമുക്കറിയാം. മുദ്രാവാക്യമായിട്ട് ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വരികളുണ്ട്. പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. പട്ടിണിയായിട്ടുള്ള മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്നാണ് പറയുന്നത്. നീ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ നിന്റെ പട്ടിണി മാറും എന്നാണ് ആ വരികളിലൂടെ അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ വായിച്ച് കൂടുതൽ അറിവ് നേടിയിട്ടുള്ള, അല്ലെങ്കിൽ അറിവിലൂടെ ഊർജം നേടിയിട്ടുള്ള മനുഷ്യര് കൂടുതൽ ഒരു സമൂഹത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് പര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മറ്റൊരു വരി കൂടി അദ്ദേഹം എഴുതുകയുണ്ടായി. ഒരു നഗരത്തിൽ അനീതി നടന്നാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് അവിടെ കലാപം നടക്കണം. ഒരു നഗരത്തിൽ അനീതി നടന്നാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് അവിടെ കലാപം നടക്കണം, അല്ലെങ്കിൽ ഇരുട്ടും മുമ്പ് ആ നഗരം കത്തി അമരണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇരുട്ടും മുമ്പ് ആ നഗരം കത്തി അമരണമെന്നാണ് ബെർത്തോൾഡ് ബ്രെഹ്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
നമുക്ക് ഈ ഒരു സമൂഹത്തെ മാറ്റിമറിക്കാൻ ഏറ്റവും പര്യാപ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ് വായന, അക്ഷരം, പുസ്തകങ്ങൾ. അതുകൊണ്ട് ഈ ഒരു നിലയിൽ വായനയെ, അക്ഷരത്തെ ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ ഒരു നിരയാണ് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ 199 അല്ലെങ്കിൽ എഡിഷനിൽ നിങ്ങളെ കേൾക്കാൻ എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ശിഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഞാൻ തീരെ ഒരു മുന്നൊരുക്കവും നടത്താതെ എനിക്ക് നിങ്ങളെ അഭിമുഖീകരിക്ക് വന്നതില്ല സങ്കടവും കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒരിക്കൽ കണ്ടുമുട്ടാം എന്നുള്ള ഒരു ആഗ്രഹവും പങ്കുവെച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സംശയമുണ്ട്. ഗുഡ് ഈവനിങ് ഓൾ. സംശയം ചോദിക്കാനുണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സാറിന്റെ സംസാരത്തിനിടയിൽ 1945 47 ഗ്രന്ഥശാലകളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയിരുന്ന ഒരു പണിക്കരെ കുറിച്ച് കൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. സാർ കേൾക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ ആ പണിക്കരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണോ കേരളത്തില് ജൂൺ 19 ഒരു വായനാ ദിനമായി ആചരിക്കുന്നത് ഇപ്പൊ? അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ കേട്ടോ. സാർ ഞാൻ സാറ് പറഞ്ഞത് ഞാൻ കേട്ടില്ല, എനിക്ക് അതിന്റെ ഇടയിൽ ഒരു കോൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. സാർ ഒന്ന് 1945 47 ഗ്രന്ഥശാലകളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പണിക്കരെ കുറിച്ച് കൊണ്ട് സാറിന്റെ ഈ ടോക്കില് ഒരു സൂചന വന്നിട്ടുണ്ടായിരുന്നു, പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പരാമർശത്തിൽ പറഞ്ഞിട്ടുള്ള ആ പണിക്കരുടെ ചരമദിനാണോ അല്ലെങ്കിൽ ജന്മദിനമാണോ ജൂൺ 19 വായനാ ദിനമായി കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരളത്തിൽ ആചരിക്കപ്പെടുന്നത് എന്നറിയാനാണ്. സാർ അത് തന്നെയാണ്. പിന്നെ ഞാനത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയേണ്ടത് തന്നെയായിരുന്നു. നമ്മുടെ PN പണിക്കർ, പൊതുവായിൽ നാരായണ പണിക്കർ, അദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ടാണ്, അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവാണ് PN പണിക്കർ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കേരളത്തെ കേരളമാക്കി മാറ്റിയെടുക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പേര് തന്നെയാണ് PN പണിക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ചിലപ്പോ നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഏതായാലും കണ്ടിട്ടുണ്ട്. ഈ PN പണിക്കർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ മനുഷ്യൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോ കേരളത്തില് 9500 ഗ്രന്ഥശാലകൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥശാലകൾ ഇന്ന് കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ഈ ചരമദിനമാണ് നമ്മള് കേരളത്തിലെ ഗ്രന്ഥശാല നമ്മുടെ കേരളത്തിലെ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ വായനാ പക്ഷാചരണമായിട്ടാണ് ആചരിക്കുന്നത്. ഒന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, ചരമദിനമാണ് ജൂൺ 19. അതിന്റെ സമാപനം എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ മറ്റൊരു നേതാവായിട്ടുള്ള IV ദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ടാണ് മറ്റൊരു ഈ വായനാ പക്ഷത്തിന്റെ സമാപനം ആചരിച്ച് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തില് PN പണിക്കർ എന്ന് പറയുന്ന മനുഷ്യനെ ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റാത്ത അത്രയും പ്രാധാന്യമുള്ള ഒരു മനുഷ്യനായിട്ട്, ഒരു എളിയ ജീവിതം നയിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു PN പണിക്കർ എന്ന് പറയുന്ന ആ ഒരു പണിക്കർ സാർ എന്ന് പറയുന്നത്. സാർ ഏതായാലും അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയത് നന്നായി. ഇത്തരം വായനയെ കുറിച്ച് പറയുന്ന സമയത്ത്
PN പണിക്കർ എന്ന് പറയുന്ന പേര് ഏറ്റവും സ്മരണീയമായ ഒന്ന് തന്നെയാണ്. സാറിന് നന്ദി. വെൽക്കം സാർ. ഗുഡ് ഈവനിങ് സാർ ഓൾ. ഇപ്പോൾ ഇവിടെ 199 സൺഡേ സ്പെഷ്യൽ ആണ് ഇന്ന് നടന്നത്. 8 മണിക്ക് നമ്മൾ സൺഡേ സ്പെഷ്യൽ ക്ലോസ് ആക്കാം എന്നുള്ളത് ഇത്ര നാളായിട്ട് നടന്നു വന്നതാണ്. അപ്പൊ നമുക്കിപ്പം മലയാളം ക്ലാസ്സിൽ ഇരുന്ന ആ ഒരു കലാലയ ആ ഒരു ഓർമ്മയിലേക്കാണ് നമ്മൾ എത്തിയത്. കാരണം അത്രയും നല്ല രീതിയിൽ തന്നെ സർ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അറിവുകൾ പറഞ്ഞു തരാൻ വേണ്ടി സമയം കണ്ടെത്തിയ വേണുഗോപാൽ സാറിനും LTSന്റെ ഡയറക്ടേഴ്സ് ആയ ഇർഫസ് സർ, ഷെറിൻ സർ, എന്റെ LTSലെ മറ്റു കൂട്ടുകാർക്കും എന്റെ പേരിലും LTSന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. ഓക്കെ. നിങ്ങളെ ഇത്രയും നേരം എന്നോടൊപ്പം ചേരാൻ വേണ്ടി പറ്റിയതിൽ, നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചേരാൻ വേണ്ടി പറ്റിയതിൽ അങ്ങേയറ്റം സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നന്ദി. താങ്ക് യു സർ. അതിനാ എന്താ പോയിക്കണം. താങ്ക് യു സാർ.